നമുക്ക് ഒരുക്കത്തോടുകൂടെ സമർപ്പണത്തോടുകൂടെ പങ്കെടുക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മ ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു രാത്രികാലം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ കാത്ത് പരിപാലിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. ഈ ഒരു പുതിയ പകൽക്കാലത്തിലേക്ക്, പ്രഭാതത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് സുരക്ഷിതരായി ആരോഗ്യത്തോടെ ബലത്തോടെ കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുന്ന ചുറ്റുപാടുകളിലൊക്കെ അവിടുത്തെ കൃപ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ കൃപ അവരോട് ഇടപെട്ടുകൊള്ളണമേ. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ ശക്തീകരണത്തിന് മുഖാന്തരമാകണമേ. നിന്റെ സ്നേഹത്തെ, നിന്റെ കരുതലിനെ കൂടുതൽ അടുത്തും ആഴമായും മനസ്സിലാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. പാട്ടുകൾ പാടുന്നവരെയും വചനം വായിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും വചനം സംസാരിക്കുന്നവരെയും ഒക്കെ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ. കർത്താവെ, സാങ്കേതികമായ തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കൂടാതെ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കണം. കർത്താവെ, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി, ശാന്തമായി, ഉചിതമായി, നന്നായി ചെയ്യുവാൻ അവിടുത്തെ കൃപ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മുടെ കൂടിവരവിന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് റിജിത്ത് എഡ്വിൻ ആൻഡ് ഫാമിലിയാണ്. ഇപ്പോൾ റിജിത്ത് പാട്ടുകൾക്ക് നേതൃത്വം നൽകും. അതിനെ തുടർന്ന് സുജ ബിജു 35-ാമത്തെ സങ്കീർത്തനം വായിക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇന്ന് പാട്ടുകൾ പാടുന്ന നമ്മളെ പ്രാർത്ഥനാ ഗീതങ്ങൾ സോങ് ബുക്ക് എന്നാണ്. ഫസ്റ്റ് സോങ് മലയാളം സോങ് 27, സോങ് നമ്പർ 27. സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവാൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവാൻ യേശുരാജാധിരാജാവിനെ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാർവോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാർവോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എൻ പാപങ്ങളെ
മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ താൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി തന്തൂതരുമായി. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി തന്തൂതരുമായി. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥ നിന്നുടെ വരവിനായി. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥ നിന്നുടെ വരവിനായി. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്തവേഗം നീ വന്നിടനേ. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്തവേഗം നീ വന്നിടനേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനായി. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനായി. അടുത്ത സോങ് നമ്പർ 24, അത് ഇംഗ്ലീഷ് സോങ്സിന്റെ സെക്ഷനിലാണ്. ടു ഗോഡ് ബി ദ ഗ്ലോറി. To God be the glory, great things he has done. So loved he the world that he gave us his Son, who yielded his life an atonement for sin, and opened the life gate that all may go in. Praise the Lord, praise the Lord, let the earth hear his voice. Praise the Lord, praise the Lord, let the people rejoice. Oh, come to the Father through Jesus the Son, and give him the glory, great things he has done. Great things he has taught us, great things he has done, and great our rejoicing through Jesus the Son. But purer and higher and greater will be our joy and our wonder when Jesus we see. Praise the Lord, praise the Lord, let the earth hear his voice. Praise the Lord, praise the Lord, let the people rejoice. Oh, come to the Father through Jesus the Son, and give him the glory, great things he has done. Thank you, John. താങ്ക് യു രജിത്ത്. ഇപ്പോൾ സുജ ബിജു സങ്കീർത്തനം വായിക്കും. 35-ാം സങ്കീർത്തനം, Psalm 35. കേൾക്കാമോ? കേൾക്കാം. യെസ്. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. നീ പലകയും പരിചയം പിടിച്ചു, എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. നീ കുന്തം മൂടി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. ഞാൻ നിന്റെ രക്ഷയാകുന്നുവെന്ന് എന്റെ പ്രാണനോട് പറയണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ. എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞു നാണിച്ചു പോകട്ടെ. അവർ കാറ്റിന് മുന്നിലെ പതിർ പോലെയാകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ.
അവരുടെ വഴി ഇരുട്ടും വഴിവഴുപ്പും ആകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചു വെച്ചു. കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. അവർ വിചാരിക്കാതെ അവനു അപായം ഭവിക്കട്ടെ. അവൻ ഒളിച്ചു വെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ. അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ. എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവന്റെ രക്ഷയിൽ സന്തോഷിക്കും. യഹോവേ, നിനക്ക് തുല്യനാർ? എളിയവനെ തന്നിനും ബലമേറിയവന്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും നീ രക്ഷിച്ചിരിക്കുന്നു എന്നു എൻ്റെ അസ്ഥികളൊക്കെയും പറയും. കള്ളസാക്ഷികൾ എഴുന്നേറ്റു, ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. അവർ എനിക്കു നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു, എൻ്റെ പ്രാണനു അനാഥത്വം വരുത്തുന്നു. ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്തു. ഉപവാസം കൊണ്ടു ഞാൻ ആത്മതപനം ചെയ്തു. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിങ്കൽ മടങ്ങി വന്നു. അവൻ എനിക്കു സ്നേഹിതനോ സഹോദരനോ എന്നെ പോലെ ഞാൻ പെരുമാറി. അമ്മയെക്കുറിച്ചു ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ചു കുനിഞ്ഞു നടന്നു. അവരോ എൻ്റെ വീഴ്ചയിൽ സന്തോഷിച്ചു കൂട്ടം കൂടി. ഞാൻ അറിയാത്ത അധർമ്മന്മാർ എനിക്ക് വിരോധമായി കൂടി വന്നു. അവർ ഇടപെടാതെ എന്നെ പഴിച്ചു പറഞ്ഞു. അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാരെ പോലെ അവർ എൻ്റെ നേരെ പല്ലുകടിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും? അവരുടെ നാശത്തിൽ നിന്നു എൻ്റെ പ്രാണനെയും ബാലസിംഹങ്ങളുടെ വശത്തു നിന്നു എൻ്റെ ജീവനെയും വിടുവിക്കണമേ. ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും. ബഹുജനത്തിന്റെ മധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. വെറുതെ എനിക്കു ശത്രുക്കളായിരുന്നവർ എന്നെ കുറിച്ച് സന്തോഷിക്കരുതേ. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ കണ്ണിമയ്ക്കുകയും അരുതേ. അവർ സമാധാന വാക്കു സംസാരിക്കാതെ ദേശത്തിലെ സാധുക്കളുടെ നേരെ വ്യാജകാര്യങ്ങളെ നിരൂപിക്കുന്നു. അവർ എൻ്റെ നേരെ വായ പിളർക്കുന്നു. നന്നായി, ഞങ്ങൾ സ്വന്തം കണ്ണാൽ കണ്ടു എന്ന് പറഞ്ഞു. യഹോവേ, നീ കണ്ടുവല്ലോ, മൗനമായിരിക്കരുതേ. കർത്താവേ, എന്നോട് അകന്നിരിക്കരുതേ. എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ, ഉണർന്നു എൻ്റെ ന്യായത്തിനും വ്യവഹാരത്തിനും ജാഗരിക്കണമേ. എൻ്റെ ദൈവമായ യഹോവേ, നിന്റെ നീതിപ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അവർ എന്നെ കുറിച്ച് സന്തോഷിക്കരുതേ. അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി, ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുതേ. ഞങ്ങൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നും പറയരുതേ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപോലെ ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ നേരെ വമ്പു പറയുന്നവർ ലജ്ജയും അവമാനവും ധരിക്കട്ടെ. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. എൻ്റെ നാവു നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം ആമേൻ. ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക്, ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടുകൂടെ അടുത്തു വരുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിച്ച വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രികാലം വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവം നമ്മെ സൂക്ഷിച്ചു ഒരു പുതിയ പ്രഭാതം കാണുവാൻ, ഒരു പുതിയ പകൽക്കാലം കാണുവാൻ, ഈ പകൽക്കാലത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, സേവന മണ്ഡലങ്ങളിലെല്ലാം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായിട്ടും നടത്തിപ്പുകൾക്കായിട്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്ന പുതിയ പ്രതീക്ഷകൾ, ജീവിതത്തെക്കുറിച്ചുള്ള, നമ്മുടെ വളർച്ചയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം.
ധൈര്യത്തോടുകൂടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ഒരുമിച്ച് ജീവിപ്പാൻ കർത്താവ് നമ്മെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ജീവിത വഴികളിലും ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ കരുണ നമ്മെ മുൻപോട്ട് കരം പിടിച്ച് നടത്തേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകളെയും കുറവുകളെയും പോരായ്മകളെയും ഒക്കെ നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ വന്നുപോയ കുറവുകൾ, ദൈവഹിതത്തിന് വിരുദ്ധമായ നമ്മുടെ പ്രവർത്തനങ്ങളെ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവം നമ്മോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ വരുമ്പോൾ, സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, പലപ്പോഴും നമുക്ക് മാനേജ് ചെയ്യാനാവാത്ത വിധമുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടുമ്പോൾ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഭയത്തിന് കീഴ്പ്പെടും. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വരും. ആ കുറവുകളെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. പ്രയാസങ്ങളുടെ ഒക്കെ മധ്യത്തിൽ വിശ്വാസം കൈവിടാതെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് സഹിച്ചതുപോലെ നമുക്കും നമ്മുടെ പ്രതികൂലങ്ങളെ സഹിക്കുവാനും അതിജീവിക്കുവാനുമുള്ള ബലം ദൈവം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബലഹീനതകളെയും, നമ്മുടെ സകല കുറവുകളെയും ക്ഷമിക്കുന്ന, സകല ലംഘനങ്ങളെയും മറയ്ക്കുന്നവനായ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് പൊറുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായിട്ട് ഫലമേൽപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. നമ്മുടെ വിശ്വാസ വഴിയിൽ ദൈവം കൂടെ ഇരുന്നു. നമ്മുടെ ആലയത്തിനായി, നമ്മുടെ കൂട്ടായ്മകൾക്കായി, കൂടിവരവുകൾക്കായി, നമ്മുടെ സഭയുടെ ശുശ്രൂഷകളെ സമ്പന്നമാക്കുന്ന, അർത്ഥവത്താക്കുന്ന എല്ലാ സംഘടനകൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞായറാഴ്ചയുള്ള നമ്മുടെ ആരാധനകൾ, നമ്മുടെ ഏരിയ പ്രയറുകൾ, നമ്മുടെ ഓൺലൈൻ പ്രാർത്ഥനകൾ എല്ലാം ദൈവനാമോഹത്തിനായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കൂടുതൽ ആളുകൾക്ക്, കൂടുതൽ ജനങ്ങൾക്ക് നമ്മുടെ ദേവാലയം അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ കർത്താവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലെ സൺഡേ സ്കൂളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവം അവരുടെ ശുശ്രൂഷകളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ടുള്ള സമർപ്പണത്തോടുകൂടെ, താല്പര്യത്തോടുകൂടെ സഭയുടെ ശുശ്രൂഷകളിലൊക്കെ ഇടപെടുവാൻ ദൈവം അവരെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ സേവനങ്ങളും ശുശ്രൂഷകളും ഇടപെടലുകളും ഒക്കെ സഭയുടെ ആകമാനമുള്ള വളർച്ചയ്ക്ക് അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ അവര് ഒരു സംഘമായി ഐക്യതയോടുകൂടെ സഭയ്ക്ക് നൽകുന്ന നേതൃത്വങ്ങൾക്കായി, സംഭാവനകൾക്കായി സ്തോത്രം ചെയ്യാം. അവരുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. പുതിയ തുടങ്ങിയ നമ്മുടെ ഒരു ഓക്സിലറി ആണല്ലോ, അതൊക്കെ അനുഗ്രഹമായി അവരുടെ ശുശ്രൂഷകളൊക്കെ മുൻപോട്ട് നയിക്കപ്പെടുവാൻ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സപ്പോർട്ടിംഗ് സ്റ്റാഫിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി
ഒരുപാട് കായികമായി അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം നൽകിയ മുൻ വികാരിമാരെ കുടുംബമായിട്ട് ഏൽപ്പിക്കാം. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ പ്രായമായ നമ്മുടെ മുതിർന്ന എല്ലാവരെയും ഓർക്കാം. ശരീരത്തിന്റെ ശാരീരികമായ ക്ഷീണങ്ങൾ, പ്രായത്തിന്റെ പരിമിതികൾ, ബലഹീനതകളൊക്കെ ഉള്ളവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. അവരെ ദൈവം അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. KC ചാക്കോ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആന്റി, അന്നമ്മ ജേക്കബ് ആന്റി, ഫിലിപ്പ് അങ്കിള്, ചാച്ചിയമ്മ ആന്റി, ലില്ലി ആന്റി, കുരുവിള അങ്കിള്, സാറാമ്മ കുര്യൻ ആന്റി, മേരി ജോൺ ആന്റി, ജെസി തോമസ് ആന്റി, സാലി അലക്സ് ആന്റി, ഓമന ആന്റി, ഇവരെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം ഇവർക്കൊക്കെ വേണ്ട ആരോഗ്യവും ബലവും ദൈവകൃപകളും ഒക്കെ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ചെറിയാൻ ഡോക്ടർ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആശുപത്രിയിൽ നിന്ന് ഭവനത്തിൽ കടന്നു വന്ന് വിശ്രമിക്കുന്നു. കുറെ നാളുകളുടെ ബെഡ് റെസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായിട്ട് അങ്കിളിന്റെ പരിപൂർണമായ സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുഷ്പ ആന്റിയെ ഓർക്കാം. ദൈവം പ്രിയപ്പെട്ട ദാസിക്കും വേണ്ട ബലവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും സുശീല ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ശമലൂട്ടി അങ്കിളിന് വേണ്ടി, ലിസി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് ആവശ്യമായ ആരോഗ്യവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അവരെ നമുക്ക് ഓർക്കാം. ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ, ആരോഗ്യവും ബലവും കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം ഓർക്കാം. പ്രത്യേകിച്ച് ഷീജയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ പിതാവിന്റെ വേർപാട് ദുഃഖത്തിൽ അവരായിരിക്കും. ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അമ്മണി ജോർജ് ആന്റിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ ചാക്കോ അങ്കിളിന്റെ വേർപാട് ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്നു. ദൈവം ആ കുടുംബത്തിന് വേണ്ട ആശ്വാസവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. മറ്റ് പലവിധമായ ശാരീരികമായ അസ്വസ്ഥതകളില്, ചികിത്സകളില്, ട്രീറ്റ്മെന്റിലൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ രോഗാവസ്ഥകളിൽ, ശാരീരികമായ ബലഹീനതകളിൽ ദൈവം താങ്ങായിരിക്കണമേ, തണലായിരിക്കണമേ, ആശ്വസിപ്പിക്കണമേ, വിടുതൽ നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്കൊരു മറ്റൊരു വെക്കേഷൻ ആണ്. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ഈ അവധി നാളുകളിൽ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവധി സമയത്തിലും അവരുടെ സമയം നന്നായി ചെലവിടുവാൻ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയൊക്കെ എഴുതി റിസൾട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട വിജയം നൽകണമേ, അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ഹൈദരാബാദിലും ഭാരതത്തിലെ പല പട്ടണങ്ങളിലും സ്ഥലങ്ങളിലും വിദേശത്തുമൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓർക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ പഠനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹ പ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാല് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ അനേകം പേരുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അവർക്കൊക്കെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള പ്രാധാന്യമൊക്കെ മനസ്സിലായി നല്ല തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുവാനും
കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തക്കതായ ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ജീവിത പങ്കാളികളെ ലഭിക്കുവാൻ കർത്താവ് കനിയണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ശനിയാഴ്ച വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന അഭിലാഷിന് വേണ്ടി, ഡയാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ബന്ധുക്കളും ഡയാനയുടെ കുടുംബവും ഒക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ ശുശ്രൂഷകളിലും ആവശ്യങ്ങളിലും ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കാലാവസ്ഥയൊക്കെ ദൈവം അനുകൂലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ജോലി കാര്യങ്ങൾ, കുടുംബജീവിതം, കുഞ്ഞുങ്ങളുടെ വളർച്ച, അവരുടെ മറ്റ് ആവശ്യങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ഭവനമില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ ഭവനം നൽകണമേ. ഭവനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവർ, അതിന് അഡ്വാൻസ് കൊടുത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്നവർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. വാഹനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി സ്ഥലങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. കർത്താവ് അവരെ ബലപ്പെടുത്തി പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. ജോലിയില്ലാത്ത പ്രിയപ്പെട്ടവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ഉപജീവന മാർഗമൊക്കെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ പ്രാർത്ഥനയെ മാനിച്ച് ആഗ്രഹത്തെ അനുഗ്രഹിച്ച് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സിംഗിൾ ആയിട്ടുള്ള, സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ ദൈവം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ അവരെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മുൻപോട്ടുള്ള വഴികളിൽ ധൈര്യത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നീങ്ങുവാൻ അവരെ ഒരുക്കണമേ. തുടർന്നും കുടുംബജീവിതമൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. പ്രത്യേകിച്ച് നിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിങ്കളാഴ്ച കണ്ണിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. ഓപ്പറേഷനൊക്കെ വിജയകരമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ഒരു നിമിഷം ഓർക്കാം. അവരുടെ കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മനുഷ്യന്റെ മനസ്സുകളൊക്കെ മാറി സമാധാനത്തിന്റെ വഴിയിൽ, സ്നേഹത്തിന്റെ വഴിയിലൊക്കെ മാനവരാശിയും എത്തിച്ചേരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതികളാൽ ഭാരം അനുഭവിക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും പ്രത്യേകം ഓർക്കാം. അവരെയൊക്കെ ശാശ്വതമായ സമാധാനം ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ദൈവം അഭിവൃദ്ധിയിലേക്ക് നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ സഭകളെയും ഓർക്കാം. CSI സഭയ്ക്ക് വേണ്ടി വിശേഷാല് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയെ ദൈവം നടത്തണമേ. പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് സഭയെ ദൈവം അനുഗ്രഹിച്ച് മുൻപോട്ട് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. മേഡക് ഡയസിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ മിഷണറിമാരെയും, സുവിശേഷ പ്രവർത്തകരെയും, സുവിശേഷ വേല സ്ഥലങ്ങളെയും ഓർക്കാം. അവിടെ ദൈവത്തിന്റെ കരുണയും കൃപയും അവരുടെ മേൽ ആവസിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ ഏൽപ്പിക്കാം. ദൈവം നമ്മുടെ പ്രയാസങ്ങൾക്ക്, ഭാരങ്ങൾക്ക് തണലായിരിക്കണമേ, ആശ്വാസമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ കൂടിവരവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപകളും നന്മകളും ഒക്കെ അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് ഇപ്പോൾ പൊന്നമ്മ ആന്റി പ്രാർത്ഥിക്കും.
കേൾക്കാമോ? കേൾക്കാം ആൻറ്റി. യെസ്. ഞങ്ങളുടെ സ്നേഹമൊരു സ്വർഗപിതാവേ, ഈ സമയം കർത്താവെ അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വരാൻ തന്ന കൃപയോർത്ത് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ രാത്രി സമയം കർത്താവെ വരാമായിരിക്കുന്ന ആപത്തിനർത്ഥങ്ങൾ നോക്കുകയും വിടുവിച്ച് കർത്താവെ ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ കുറവുകുറ്റങ്ങളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെയും വന്ന കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓരോ ദിവസവും കർത്താവെ നീ ഞങ്ങളെ വഴി നടത്തുന്ന കൃപയോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവെ, അവിടുത്തെ തിരുതപ്രകാരം ജീവിപ്പാൻ കർത്താവെ നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ അച്ഛനും കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകന്റെ ശുശ്രൂഷയെ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. വേണ്ടുന്ന ആരോഗ്യം ബലവും ശക്തിയൊക്കെ ഈ കാലയളവിൽ കർത്താവെ നിന്റെ മകന് ധാരാളമായി നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് അനുഗ്രഹിക്കണേ നാഥനെ. കർത്താവെ ഒരു ബർത്ത്ഡേയും കൂടെ ആഘോഷിപ്പാൻ നിന്റെ മകന് ശക്തീകരിച്ച കൃപയ്ക്കായി സ്തോത്രം. പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാക്കി കൊടുത്തു കർത്താവെ. കൂടുതലായി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സഹായിക്കണേ. വേണ്ടുന്ന ആരോഗ്യം ബലവും ശക്തി നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ നിന്റെ മകളെ വേണ്ടുന്ന ആരോഗ്യം ബലവും ശക്തി അവിടുന്ന് കൂടുതലായി നൽകി കൊടുക്കണേ കർത്താവെ. തിങ്കളാഴ്ച നടക്കുന്ന കണ്ണിന്റെ ഓപ്പറേഷനിലൊക്കെയും എന്റെ ദൈവമേ വിജയകരമായി നടക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടുന്ന ആരോഗ്യം ബലവും ശക്തിയും കർത്താവെ നിന്റെ മകൾക്ക് നീ നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശരീരത്തിന് വേണ്ടുന്ന ആരോഗ്യം ബലവും ശക്തി അവിടുന്ന് നൽകി കൊടുക്കണമേ. ശാരീരികമായും മാനസികമായും കർത്താവെ നിന്റെ മകളെ നീ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ ഓരോരുത്തരുടെ കരങ്ങളിൽ തരുന്ന കർത്താവെ, അവരുടെ വളർച്ചയിലൊക്കെ നീ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. നിന്റെ മക്കളുടെ ഭാവിയൊക്കെ അവിടുന്ന് അനുഗ്രഹമാക്കി നൽകി കൊടുക്കണമേ കർത്താവെ. അവിടുന്ന് നല്ല അഡ്മിഷനൊക്കെയും കിട്ടും, നല്ല സ്കൂളിലൊക്കെയും കിട്ടുവാനേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയിലുള്ള ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഞങ്ങളുടെ ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അവിടുന്ന് അവരെ നീ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ യൂത്തിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്നെ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ കർത്താവ് ഞങ്ങളുടെ കൊയറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദൈവമേ. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷയെ കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഞങ്ങളുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണേ. പഠിപ്പിക്കുന്ന അധ്യാപകർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയും കപ്പിൾസിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരേ കുടുംബമായി നീ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ കർത്താവെ. ജോലിയും എല്ലാം കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കൃപ കർത്താവെ നീ അവർക്ക് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ലേറ്റി ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അവരുടെയും കൂടുതലായി നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഓരോ സംഘടനകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ ഞങ്ങളുടെ സഭയില് അധ്വാനിക്കുന്ന ഞങ്ങളുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവര് പുറകില് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കർത്താവെ നിന്റെ കൃപ നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയിലുള്ള കർത്താവെ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കണേ. എല്ലാ ബാലാരിഷ്ടവും നിന്റെ കുഞ്ഞുങ്ങളെ നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ എക്സാം ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ. നല്ല വിജയത്തോടെ എല്ലാവരും പാസ്സാകുവാന് കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവർക്കും കർത്താവെ നല്ല മാർക്കോടുകൂടി ജയിച്ച് നല്ല അഡ്മിഷനൊക്കെയും കിട്ടുവാന് കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജോലിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിയുടെ എല്ലാ ടെൻഷനും ഒക്കെയും മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ എല്ലാവരോടും നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവരെയും കരങ്ങളിൽ തരുന്ന കർത്താവെ. പ്രായാധിക്യത്തിരിക്കുന്ന ഞങ്ങളുടെ അങ്കിൾമാരെ ആന്റിമാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ബലവും ശക്തി അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവർക്കും അച്ഛൻ പേര് പറഞ്ഞ കർത്താവെ. എല്ലാ അങ്കിൾമാരെ ആന്റിമാരെ എല്ലാവരും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ. നിന്റെ സൗഖ്യവും ആരോഗ്യവും ബലവും ശക്തി അവിടെ നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഡോക്ടർ റോയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് പരിപൂർണ്ണ സൗഖ്യം കർത്താവെ നിന്റെ മകനോടൊന്ന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളെ ദൈവമേയോടൊന്ന് ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷീജയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബത്തിന് നിന്റെ സമാധാനം കൊണ്ട് നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അതുപോലെ അമ്മണി ജോർജിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജാക്കോ ജോർജിന്റെ വേർപാടി ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അവിടുത്തെ സമാധാനം കൊണ്ടും കർത്താവെ നിന്റെ മക്കളെ നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ സഭയെ മുറ്റുമായി അവിടുത്തെ കാര്യങ്ങളിൽ തരുന്ന കർത്താവെ. അഭിലാഷിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദൈവമേ, നാളെ നടക്കുന്ന വിവാഹം എത്രയും അനുഗ്രഹമായി നടക്കുവാൻ സഹായിക്കണേ. തക്ക സമയത്ത് എല്ലാവരെയും കൂട്ടിയെടുത്തി കർത്താവെ. കാലാവസ്ഥയൊക്കെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹമാക്കി നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഞങ്ങളുടെ CSI സഭയോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രതിസന്ധികളും മാറിയത് മുന്നോട്ട് എല്ലാം മുന്നോട്ട് പോകാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യ കേരള ഡയസിസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മെഡക് ഡയസിസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം സഭകളിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ സഭയിൽ ശുശ്രൂഷ ചെയ്ത മുൻപട്ടക്കാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ നിന്റെ കാവലിലും സൂക്ഷിപ്പിലും നിന്റെ മക്കളെ നീ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മിഷനറിമാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവരായിരിക്കുന്ന സ്ഥാനത്ത് എല്ലാവരെയും അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളിലും ഒക്കെയും കർത്താവെ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ചിറകടിയിലെ കർത്താവെ ഓരോരുത്തരെയും വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഭീകരാക്രമണത്താൽ കർത്താവെ വേർപാടിന്റെ ദുഃഖത്തിൽ കർത്താവെ ആയിരിക്കുന്ന കുടുംബങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ. നിന്റെ സമാധാനം കൊണ്ട് കർത്താവെ നീ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാജ്യത്തുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ എന്റെ ദൈവമേ നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാജ്യത്തെ യുദ്ധക്കെടുതിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. യുദ്ധത്തിന്റെ പ്രയാസത്തിലെ കർത്താവെ കഷ്ടപ്പെടുന്ന ദൈവമേ നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ഞങ്ങൾ ആരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാനുണ്ട് എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ. എല്ലാവരുടെ ആവശ്യങ്ങളിലൊക്കെ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രയാസങ്ങളുടെ ഞങ്ങളുടെ വിഷമങ്ങളുടെ ഒക്കെ സ്ഥാനത്ത് കർത്താവെ കൈവിടാത്ത ദൈവമായി നിങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഒരിക്കലും ഞങ്ങൾ കർത്താവെ നിന്നെ അവിശ്വസിപ്പാനോ കർത്താവെ ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുവാനോ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെ നീ കൂടെ ഇരിക്കണം. ഞങ്ങളുടെ വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ. അവിടുന്ന് തക്ക സമയത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്ന കർത്താവെ. നിങ്ങളെ കൈവിടാത്ത ദൈവമാവുന്നുണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന നാഥനെ കർത്താവെ. ഞങ്ങളുടെ സഭയിലുള്ള ഓരോ കുടുംബങ്ങളെയും വീണ്ടും അവിടുത്തെ കരങ്ങളിൽ തരുന്നു നാഥനെ. കുഞ്ഞുങ്ങളെ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് തക്ക സമയത്ത് വഴി തുറക്കുന്നു കർത്താവെ. ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു കർത്താവെ. എല്ലാവരുടെ ആവശ്യങ്ങളിലും ദൈവമേ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അല്പസമയം ദൈവമേ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കട്ടെ കർത്താവെ. അവിടുത്തെ വചനത്തിന് കീഴിൽ കർത്താവെ അതിന് പ്രകാരം ജീവിപ്പാൻ നിങ്ങളെ ഓരോരുത്തരെ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണേ. വചനം സംസാരിക്കുന്ന നിന്റെ മകനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപ ഞങ്ങൾ ധാരാളമായി നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളുടെ രോഗത്തിലൊക്കെയും അവിടുന്ന് സൗഖ്യം തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നമ്മുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ടുമാറാകണമേ. ആരുടെയോ മൊബൈല് ഓണാണ്. మేడం ఉన్నప్పుడు కూడా సాగుతీయడానికి ఇక్కడికి ఒకటి వచ్చినప్పుడు చెట్ల పని చేసుకుంటూ ఉంది. అన్నమ్మ జోన్ ఆంటీയുടെ మొబైల్ అన్నమ్మ జోన్ ఆంటీ 5 గంటకు మనకు ఒకటి పల్లి తీసుకోవచ్చు. లాక్డౌన్ లో ఇక్కడనే ఉన్నా నేను. పొద్దున్న 5 గంటలకు లేచి స్నానం చేసి 6 గంటలకు జాడు నీళ్ళు పెట్టి సాగుకు పాలు రాసి పొద్దున్న రాసి చూసా పెట్టి నేను వేరే పని చేస్తాను. నాకు 9 గంటలకు ఒకటి ఉంటుంది, 10 గంటలకు ചെയ്തോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ പകൽക്കാലം നിങ്ങളെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ
ദിവസങ്ങളൊക്കെ പലർക്കും നമ്മളെ സംബന്ധിച്ച് വളരെ ഹെക്ടിക്കാണ്, വളരെ തിരക്കുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ അറ്റൻഡൻസിൽ വളരെ കുറവുണ്ട്. സമ്മറിൻ്റെ ചൂട് വളരെ കൂടുന്നു. പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലേക്കും ഒക്കെ പോകാനായിട്ട് ഒരുങ്ങുന്നവരുണ്ട്. ചിലരൊക്കെ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. വിവാഹ സംബന്ധമായ ഒരുക്കത്തിൽ ആയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ അറ്റൻഡൻസ് അല്പം കുറവാണ്. എങ്കിലും കടന്നു വന്ന നിങ്ങളെല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. കുറച്ചു പേരെങ്കിലും ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് മുടക്കാൻ മിക്കപ്പോഴും ഞാൻ ശ്രമിക്കാത്തത്. ഇന്ന് ഐ ആം ഓൾസോ നോട്ട് ഹെൽത്ത് വൈസ് നോട്ട് വെൽ. കുറേ അധികം യാത്രകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളും അലർജി പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. എങ്കിലും അതിൻ്റെയൊക്കെ മധ്യത്തിലും ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി, സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ ഓർക്കുകയും അങ്ങനെയുള്ളവരുടെ ആഗ്രഹത്തെയും അവരുടെ ആവേശത്തെയും നമ്മൾ ആദരിക്കുകയും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവം നിങ്ങളെല്ലാവരെയും ആയിരിക്കുന്നിടത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ സഭയായിട്ട് മറ്റൊരു പ്രത്യേക വിശ്വാസ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈസ്റ്ററിന് ശേഷമുള്ള ഒരു കാലഘട്ടം, ഈസ്റ്റർ പുനരുത്ഥാനാനന്തര കാലഘട്ടം. ഇത് തുറന്നുള്ള ആഴ്ചകളിലെ നമ്മുടെ വേദപുസ്തക വായനകളും ചിന്തകളും പഠനങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു കർത്താവ് ശിഷ്യന്മാർക്ക് ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ചിന്തകളും പഠനങ്ങളുമാണ് ഇനി നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ നിർവഹിക്കുന്നത്. ഞാനും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ച എന്ന വണ്ണം ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്തതിന് ശേഷം പല സന്ദർഭങ്ങളിലായിട്ട് ഏകദേശം 40 ദിവസത്തോളം ശിഷ്യന്മാർക്കും മറ്റു പലർക്കും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച്, അസെൻഷനെ കുറിച്ച് വിശദീകരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഈസ്റ്ററിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണ നാളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല. എങ്കിലും യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് 3-ാമത് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന പോലെയുള്ള പല പ്രാവശ്യങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ, പല പ്രശ്നങ്ങളുടെയും പല സംശയങ്ങളുടെയും എതിർപ്പുകളുടെയും ഒക്കെ മധ്യത്തിൽ, അതിൻ്റെയൊക്കെ ഇടയിൽ അതിനെയൊക്കെ തിരുത്തുവാനായി, അതിനോടൊക്കെ ഇടപെടുവാനായി, അതിനോടൊക്കെ പ്രതികരിക്കുവാനായിട്ടൊക്കെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ മധ്യത്തിൽ ശിഷ്യന്മാരുടെ വീണ്ടും പ്രത്യക്ഷമാകുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുന്നത്, മരണാനന്തരം പ്രത്യക്ഷനാകുന്നു, എഴുന്നേറ്റതിന് ശേഷം പ്രത്യക്ഷനാകുന്ന ഭാഗം, പ്രത്യക്ഷനാകുന്ന വ്യക്തി നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് അത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ് കർത്താവായ യേശു ക്രിസ്തു ആദ്യം പ്രത്യക്ഷമാകുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഞായറാഴ്ച സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ കർത്താവിനെ അടക്കം ചെയ്ത കല്ലറയിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നതിന് വേണ്ടിയിട്ട് അവർ കടന്നു പോയപ്പോൾ, ഒരുപക്ഷെ അന്ന് മരണസമയത്ത് തിരക്കിട്ട കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട്, അന്ന് ചെയ്യാൻ കഴിയാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അന്ന് ചെയ്തത് പൂർണ്ണമല്ലാതിരുന്നത് കൊണ്ട് അവര് അത് കുറെ കൂടെ നന്നായി, കുറെ കൂടെ മെച്ചമായി ചെയ്യുന്നതിന് വേണ്ടി യേശു കർത്താവിന്റെ മൃതശരീരത്തെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകള് അവരുടെ സംസ്കാര രീതി അനുസരിച്ച് ആ കല്ലറയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. ദൈവദൂതൻ ആ സ്ത്രീകളോട് പറയുന്നു, നിങ്ങൾ മരിച്ചവനെ, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ ചെന്ന് സഹോദരന്മാരോട് പറയണം,
അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ വെച്ച് നിങ്ങൾ അവരെ കാണും. അതിനുശേഷം നമ്മൾ എല്ലാവരും പോയെങ്കിലും മറിയ, മഗ്ദലക്കാരത്തി മറിയ മാത്രം പോകാതെ അവിടെ നിൽക്കുന്നു. യേശു മറിയയ്ക്ക് പ്രത്യക്ഷനാകുന്നു. ആദ്യം യേശു കർത്താവിനെ മറിയയ്ക്ക് മനസ്സിലായില്ല. പിന്നീട് മറിയയെ എന്ന് പേര് വിളിക്കുമ്പോൾ യേശു കർത്താവിനെ മറിയ തിരിച്ചറിയുന്നു. അവള് യേശു കർത്താവിനെ നമസ്കരിക്കുന്നു, ആരാധിക്കുന്നു. അതിനുശേഷം മറിയ പോയി പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരോട് പറയുന്നു. ചിലരൊക്കെ പേടിക്കുന്നു, ഒട്ടുമിക്ക പേരും വിശ്വസിക്കുന്നില്ല. ചിലരൊക്കെ ഇതറിഞ്ഞുകൊണ്ട് ഓടി കല്ലറയ്ക്കൽ വന്ന് നോക്കുന്നു. അവിടെ യേശു കർത്താവിന്റെ ശരീരം കാണുന്നില്ല. അവിടെ യേശു കർത്താവിനെ അവര് പൊതിഞ്ഞു വെച്ചിരുന്ന തുണികൾ മാത്രമേ കാണുന്നുള്ളൂ. പത്രോസ് ഒരു ഭാഗത്ത് കരയുന്നതിനെ കുറിച്ച്, ഞാൻ പല സുവിശേഷങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച്, അതായത് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ സംഭവിച്ച കാര്യങ്ങൾ പലയിടങ്ങളിലായിട്ട് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു സമ്മറി, അതിനെ നട്ട്ഷെല്ലിൽ ഞാൻ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഉയർത്തെഴുന്നേൽപ്പ്? 2 കാര്യങ്ങളാണ്. ഉയർത്തെഴുന്നേൽപ്പ് ഒരു മനോഹരമായ റിസറക്ഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന് മലയാളത്തിൽ പുനരുത്ഥാനം എന്ന് ചിലപ്പോൾ പറയുന്നുണ്ട്, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നുണ്ട്. പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ വീണ്ടും ഉദ്ധാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കുക എന്നാണ്, അല്ലെ? ഉദ്ധാനം ചെയ്യുക, മുകളിലേക്ക് പോകുക, താഴെ ആയിരുന്നത്, അടിയിലായിരുന്നത്, മറയ്ക്കപ്പെട്ടിരുന്നത്, അടക്കപ്പെട്ടിരുന്നത്, ഉദ്ധാനം ചെയ്തു വരുന്നത്, എഴുന്നേറ്റ് വരുന്നതിനാണ് ഉദ്ധാനം. പുനരുദ്ധാനം, ഒരിക്കൽ കൂടെ യേശു കർത്താവ് എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ച്, മടങ്ങി വരുന്നതിനെ കുറിച്ച്, പുനരുദ്ധാനം ചെയ്തതിനെ കുറിച്ചാണ് ആ വാക്ക് പറയുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഉയരെന്നറിയാം, നമുക്കറിയാം ജീവനാണ്. ജീവൻ, ഉയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എന്നാ പറയുക. ഉയിര് വിട്ടുപോയി, അവൻ എൻ്റെ ഉയിരാണ്. ഉയരെന്ന് പറഞ്ഞ ഒരു തമിഴ് സാൻസ്ക്രിറ്റിക് വാക്ക് കൂടെയാണ്, ഉയിരാണ്. ഉയർവെക്കലും എഴുന്നേൽക്കലും കൂടെയാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ വെക്കുക മാത്രമല്ല, ജീവൻ വെച്ച് കഴിഞ്ഞിട്ട് ഹി സ്റ്റുഡ് അപ്പ്, അനിസ്തൈമി എന്നൊക്കെ പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് എഴുന്നേൽക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. അതിന്റെ അർത്ഥം, എഴുന്നേൽക്കുക എന്നൊക്കെ അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ലൈഫ്. എഴുന്നേൽക്കുക, സഞ്ചരിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഡിഫൈൻസ് ദി ഡൈനാമിസം ഓഫ് ലൈഫ്. അപ്പോൾ വയ്ക്കലും എഴുന്നേൽക്കലുമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ക്രൂശിനെ അതിജീവിച്ച് യഹൂദ മതമേധാവികളുടെയും റോമാ സാമ്രാജ്യത്തിന്റെയും പിലാത്തോസിന്റെയും ഹെരോദാവിന്റെയും കയ്യഫാവിന്റെയും ഒക്കെ തന്ത്രങ്ങളെയും ഒക്കെ ശക്തികളെയും അവരുടെ പദ്ധതികളെയും ഒക്കെ റദ്ദ് ചെയ്തുകൊണ്ട്, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട്, അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അതിൻ്റെ ഒക്കെ മേലുള്ള ആത്യന്തികമായ വിജയം നേടുന്നതിനെ കുറിച്ചാണ് നമ്മൾ പുനരുത്ഥാനം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഞാൻ ഞായറാഴ്ച അതിനെക്കുറിച്ച് ആമുഖമായിട്ട് പറഞ്ഞു. റിസറക്ഷൻ ഈസ് ദ മെസ്സേജ് ഓഫ് റിസറക്ഷൻ ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ലൈഫ്. ജീവന്റെ തുടർച്ചയെ കുറിച്ചാണ്. So the Rome and the people who have crucified Jesus thought that cross is a full stop, ഒരു ബ്രൂട്ടൽ പാസിഫിക്കേഷൻ ഓർ എ ടോട്ടൽ അനിഹിലേഷൻ, പരിപൂർണമായ ഇല്ലാതാക്കൽ, പൂർണ്ണമായിട്ടുള്ള ഒരു നിശബ്ദീകരണം, അതല്ലെങ്കിൽ ഒരു പൂർണ്ണ വിരാമം, ഹിയർ എൻഡ്സ് എവരിതിങ് എന്ന് ചിന്തിച്ച ഇടത്ത് നിന്നാണ് നമ്മൾ പുനരുത്ഥാനത്തിന്റെ വിവരണങ്ങൾ വായിക്കുന്നത്. എല്ലാം അവസാനിക്കുന്ന ഇടത്ത് നിന്ന് ഒരു തുടരുന്നതിനെ കുറിച്ചാണ്. റോമാ സാമ്രാജ്യം എപ്പോഴും ഈ ലോകത്തെയും ചുറ്റുപാടുകളെയും ഒക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നത് കുരിശിലൂടെയും ക്രൂശീകരണത്തിലൂടെയും ശിക്ഷിക്കലിലൂടെയുമാണ്, അല്ലെ? അധികാരികളുടെ ഒരു ശിക്ഷാരീതിയാണ് ക്രൂസിഫിക്ഷൻ. ആ ക്രൂസിഫിക്ഷനിലൂടെ ചില പ്രവർത്തനങ്ങളെ, ചില പ്രവണതകളെ, ചില ജീവിതങ്ങളെ, ചിലരെയൊക്കെ അവരെ സപ്രസ് ചെയ്യുന്നു, അവരില്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു, അവരുടെ ജീവിതത്തിന് അവർ അന്ത്യം വരുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അവര് ക്രൂശിച്ചത്. They wanted to stop Jesus. Not only they wanted to stop Jesus as a person, they wanted to stop Jesus as a movement. All the actions and the activities of Jesus
they wanted to stop through cross. കുരിശിലൂടെ അവർ ഇതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുവാൻ, ഇനി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. യേശു ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. യേശു പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പാടില്ല. ആരും യേശുവിൻ്റെ പിറകെ ഇങ്ങനെ പോകാനായിട്ട് പാടില്ല. അവര് ഉപദേശങ്ങളെയും പഠിപ്പിക്കലുകളെയും ചിന്തകളെയും മാത്രമല്ല ഈ ക്രൂശിലൂടെ അവർ ചെയ്തത്. അവർ ഈ സമൂഹത്തെ, യേശുവിനൊപ്പം ഉണ്ടായിരുന്ന ഈ സമൂഹത്തെ ഒക്കെ പല തരത്തില് ഛിന്നിപ്പിക്കുവാനായിട്ട്, അതിനെയൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യുവാനായിട്ട്, അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടാണ് ക്രൂശിലൂടെ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തികൾ ശ്രമിച്ചത്. പക്ഷെ ക്രൂശിനെ അവര് അങ്ങനെ ആ രീതിയിൽ കാണുമ്പോൾ പോലും their activity went beyond the cross. ഒരുപക്ഷെ നമ്മൾ ഈ സ്ത്രീകളെ കുറിച്ച് കാണുമ്പോൾ അതാണ് പറയുന്നത്, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. They were not worried about the cross, but they were worried more about Jesus. അവര് യേശു കർത്താവിനെ കുറിച്ച് കൂടുതൽ ആകുലപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് രാവിലെ തന്നെ യേശു കർത്താവിനെ അന്വേഷിച്ച്, മൃതശരീരമാണെങ്കിൽ പോലും റോമാ സാമ്രാജ്യം കൊന്നുകളഞ്ഞു എങ്കിൽ പോലും ആ ഒരു ശരീരത്തെ അന്വേഷിച്ച്, ഈ വലിയ പട്ടാളക്കാരും വലിയ സുരക്ഷയും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അതിൻ്റെ ഒക്കെ മധ്യത്തില് അവർ യേശു കർത്താവിനെ അന്വേഷിച്ച് പോകുവാനായിട്ട് ഇടയായി തീർന്നത്. സോ ദേ കണ്ടിന്യൂഡ് ദ സെർച്ച്. അവര് സഭ, സമൂഹം, ശിഷ്യർ എല്ലാവരും ഒന്നുമില്ലെങ്കിലും ഒരു കുറഞ്ഞ പക്ഷം പേര്, ന്യൂനപക്ഷം പേര്, സ്ത്രീകളെങ്കിലും ഒക്കെ അവർ യേശുവിനെ മറന്നില്ല. ക്രൂശ് മരണത്തിലൂടെ അവരെ യേശുവിനെ കൈവിട്ട് കളഞ്ഞില്ല. They wanted to follow Jesus even after he become a dead body. ഒരു മൃതശരീരമായി അവന് അവശേഷിച്ചപ്പോൾ പോലും അതിനെ അന്വേഷിക്കാൻ, അതിനെ തേടി ചെല്ലുവാനുള്ള ഒരു ഒരുക്കവും ഒരു വിശ്വാസത്തിന്റെ പക്വതയും ഒക്കെ ആ കുറച്ചു പേർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ തുടർച്ചകളെ സൂചിപ്പിക്കുന്നു. പുനരുത്ഥാനം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സത്യം അതാണ്. എല്ലാം അവസാനിക്കുമ്പോൾ, see, God will always find space for new beginnings. എല്ലാം അവസാനിക്കുമ്പോൾ, എല്ലാം ഇല്ലാതാകുമ്പോൾ, ലോകത്തിന്റെ ശക്തികളൊക്കെ നമ്മുടെ മുൻപിൽ വാതിലുകളൊക്കെ കൊട്ടിയടയ്ക്കുമ്പോൾ, എല്ലാം നമ്മളിൽ നിന്ന് നിഷേധിക്കുമ്പോൾ, നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് എല്ലാം എടുത്തു കളയുമ്പോൾ, ദൈവം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ചില ഇടങ്ങൾ, ദൈവം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി തുടർച്ചയുടെ ചില ഇടങ്ങൾ, ചില സാധ്യതകൾ ദൈവം നമുക്ക് വേണ്ടി കണ്ടെത്തും. അതിന് യാതൊരു സംശയമില്ല. ദാറ്റ് ഈസ് ദി അഫർമേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. ദാറ്റ് ഈസ് ദ ട്രസ്റ്റ് that we have in our God. God will always find space for new beginnings in dead ends. എല്ലാം അവസാനിക്കുന്ന ഇടങ്ങളിൽ ചില പുതിയ തുടക്കങ്ങൾ യേശു കർത്താവ് ദൈവം കണ്ടെത്തിക്കൊണ്ടിരിക്കും. യേശു കർത്താവ് മരണത്തിന്റെ അടയാളമായിരുന്ന കുരിശിനെ, മരണമാണ് കുരിശ്, ക്രോസ് ഈസ് ഈക്വൽ ടു ഡെത്ത് എന്ന് ലോകം ചിന്തിച്ചപ്പോൾ, ആ കർത്താവിനെ ക്രൂശിച്ചവരും ചിന്തിച്ചപ്പോ ദൈവം നമ്മളോട് പറഞ്ഞു, that equation is not right. Cross is not equal to death. Cross, he redefines the definition. Cross means love. Cross means life. കുരിശ് എന്ന് പറഞ്ഞാൽ ജീവനാണ്, കുരിശ് എന്ന് പറഞ്ഞാൽ ജീവിതമാണ്, സ്നേഹമാണ് എന്ന് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമ്മളോട് പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ഡെത്ത് ദാറ്റ് റെയിൻസ് ഇൻ ലൈഫ്, ഇറ്റ് ഈസ് ദ ലൈഫ് ദാറ്റ് റെയിൻസ് ഓവർ ഡെത്ത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തില് മരണമല്ല ജീവിതത്തിന്റെ മേൽ വാഴുന്നത്, മരണത്തിന്റെ ശക്തികളല്ല ജീവിതത്തിന്റെ മേൽ അധികാരമുള്ളത്, മറിച്ച് ജീവിതത്തിന്റെ മേല്, മരണത്തിന്റെ മേലുള്ള ജീവന്റെ അധികാരത്തെക്കുറിച്ച്, ജീവന്റെ വാഴ്ചയെക്കുറിച്ച്, ജീവന്റെ സ്വാധീനത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, നമ്മളോട് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് യഥാർത്ഥത്തില് ഈ പുനരുത്ഥാനത്തെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ഡെത്ത് ഈസ് നോട്ട് ഓൺലി ഡിഫീറ്റഡ്, rather death itself is sanctified. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കൂടെ വിശുദ്ധീകരിച്ചു. സോ ഫോർ സെയിൻസ് ഡെത്ത് ഈസ് നോട്ട് എ മാറ്റർ അറ്റ് ഓൾ. വിശുദ്ധർക്ക്, കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് മരണം എന്ന് പറയുന്നത് ഒരു ശ്രദ്ധേയമേറിയ വലിയ കാര്യമല്ല. സോ ദ ഫിയർ ഓഫ് ഡെത്ത് ഈസ് ഡിസ്മാൻഡിൽഡ് ബൈ ജീസസ് ഡൈയിങ് ഓൺ ദ ക്രോസ്. ഈ മരണഭയം, ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിലൂടെ മരണഭയത്തെ ഇല്ലാതാക്കി തീർക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട്
ആ മരണഭയം ഏത് മനുഷ്യനെയും എല്ലാ കാലത്തും നിരന്തരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മരണത്തെക്കുറിച്ചുള്ള ഭയത്തെ പുനരുത്ഥാനത്തിന്റെ സുവിശേഷം കൊണ്ട്, ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശം കൊണ്ട്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നന്മ വാർത്ത കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം രൂപാന്തരപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പുനരുത്ഥാനത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. On Jesus dying on the cross, the death is defeated and the fear of death is dismantled. അതുകൊണ്ട് നമ്മൾ മരണത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനല്ല, പുനരുത്ഥാനത്തിന്റെ ഉറപ്പിൽ ഞങ്ങൾ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാള് മരിക്കയില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ he nullified the power of death. ഈ മരണത്തിന്റെ ശക്തിയെ യേശു കർത്താവ് ഇല്ലാതാക്കി. It is not death that no longer reigns. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ നമുക്കൊരു വലിയ ഭയം, അയ്യോ ഞാൻ മരിച്ചു പോകുമോ, അയ്യോ ഞാൻ പെട്ടെന്ന് അങ്ങ് ഇല്ലാതെയായി പോകുമോ, അല്ലേ? ആ ഒരു ബോധമൊക്കെ ഉള്ളത് നല്ലതായി. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ ആകുന്നു എന്ന് വിചാരിച്ചിട്ട് ആരും ശ്വാസം വലിക്കാതിരിക്കുന്നില്ലല്ലോ. നമ്മളൊക്കെ മരിക്കും എന്ന് നമ്മളൊക്കെ അറിയുമ്പോഴും നമ്മളാരും ജീവിക്കാതിരിക്കുന്നില്ലല്ലോ, അല്ലേ? ജീവിക്കുക എന്നുള്ളതല്ല, മരണഭയത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല, മരണം വരെയും ധൈര്യത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ആഹ്ലാദത്തോടുകൂടെ ജീവിക്കുക, മരണത്തിനപ്പുറവും നമുക്കൊക്കെ ജീവിതമുണ്ട്, നിലനിൽപ്പുണ്ട് എന്ന ചിന്തയിലൂടെ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു കർത്താവ് നമ്മളോട് പറയുന്നത്, യേശു കർത്താവിന്റെ പുനരുത്ഥാനം നമ്മളോട് പറയുന്നത്, ലൈഫ് വിൽ കണ്ടിന്യൂ. ഒരുപക്ഷെ ഈ രൂപത്തിലാവില്ല, ഈ ഭാവത്തിലാവില്ല, ഈ രീതിയിലാവില്ല, ഈ ഇടത്താവില്ല, പക്ഷേ ജീവിതം തുടരും. വേറൊരു രീതിയിൽ, വേറൊരു ഭാവത്തിൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത, നമുക്കിതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഒരുപക്ഷെ ലോകത്തിനോ ആർക്കുമോ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതം വളരെ വ്യത്യസ്തമായ, വിഭിന്നമായ മറ്റൊന്നായി തുടരും എന്നുള്ള യാഥാർത്ഥ്യം വിശുദ്ധ വേദപുസ്തകം യേശു കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളോട് അടിവരയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് don't be afraid of death. ഒന്നാമത്തെ സന്ദേശം അതാണ്. രണ്ടാമത് പറയുന്നത്, ഈ സ്ത്രീകള് യേശു കർത്താവിനെ കല്ലറയിൽ തേടി ചെല്ലുമ്പോൾ ആ ദൂതന്മാര് ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും പറയുന്ന ഒരു സെന്റൻസ് ആണ്, അവൻ ഇവിടെ ഇല്ല. He is not here. He is not here. He is not here as you saw him the last. നിങ്ങൾ അവനെ അവസാനം കണ്ടതുപോലെ അവൻ ഇവിടെ ഇല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന എത്ര വലിയ വലിയ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊരു വ്യക്തിയെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് അവനെ അവസാനം കണ്ടത്? അതാണ് ആ അവസാനം കണ്ട കാഴ്ച. പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന് സഞ്ചരിച്ച് ഈ മനുഷ്യർക്ക്, ഈ ശിഷ്യന്മാർക്ക് ഓർക്കാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മനസ്സിൽ എന്നും ഒരു വലിയ തേങ്ങലായിട്ട്, എന്നും ഒരു വലിയ വേദനയായിട്ട് അവശേഷിക്കുന്നത് യേശു കർത്താവിനെ ക്രൂശിക്കപ്പെട്ടവനായിട്ട്, യേശു കർത്താവിനെ കല്ലറയില് തുണികളാൽ ചുറ്റി വെക്കപ്പെട്ടവനായിട്ട് കണ്ട രീതിയിലാണ്. അതുകൊണ്ട് ദൂതൻ അവരോട് പറയുന്നത്, അവൻ ഇവിടെ ഇല്ല. നിങ്ങൾ അവനെ വെച്ച രീതിയിൽ, നിങ്ങൾ അവനെ കണ്ട രീതിയിൽ, നിങ്ങൾ അവനെ പ്രതീക്ഷിച്ച രീതിയിൽ, നിങ്ങൾ അവനെ ഇവിടെ ഉണ്ടാകും എന്ന് കരുതിയ രീതിയിൽ അവനെ ഇവിടെ ഇല്ല. He is not here as you imagined, as you expected. So the imagination, Jesus of your imagination, the Jesus of your expectation is not here. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ചൊക്കെ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്, ചില ചിന്തകളൊക്കെ ഉണ്ട്. God is like this, Jesus is like this, when I face this he should be like this. നമ്മൾ ഓരോ വ്യക്തികളെ കുറിച്ചും ഓരോ മനുഷ്യരെ കുറിച്ചും നമുക്ക് ചില ചിന്തകളുണ്ട്. ഭാര്യയെ കുറിച്ച് ഭർത്താവിന് ചില ചിന്തകൾ, ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് ചില ചിന്തകൾ, മാതാപിതാക്കളെ കുറിച്ച് മക്കൾക്ക് ചില ചിന്തകൾ, മക്കളെ കുറിച്ച് മാതാപിതാക്കൾക്ക്, അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോരുത്തർക്കും മറ്റുള്ളവരെ കുറിച്ച് ചില
ചിന്തകളുണ്ട്. ദാറ്റ് കനോട്ട് ഓൾവേസ് ബി ദ സെയിം. അങ്ങനെ എല്ലായ്പ്പോഴും ആയിരിക്കണമെന്നില്ല. ഇവിടെ ഈ ദൂതൻ ഈ സ്ത്രീകളോട് പറയുന്നതും അത് തന്നെയാണ്. ഹി ഈസ് നോട്ട് ഹിയർ ആസ് യു ഹാവ് ഇമാജിൻഡ്, ഹി ഈസ് നോട്ട് ഹിയർ ആസ് യു ഹാവ് എക്സ്പെക്ടഡ്. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾക്കൊക്കെ സുഗന്ധദ്രവ്യമൊക്കെ പൂശി അല്പനേരമൊക്കെ ഇരുന്ന് വീണ്ടും ദുഃഖിച്ചും കരഞ്ഞും ഒക്കെ നിങ്ങളുടെ വിലാപങ്ങളൊക്കെ പങ്കിട്ട് പോകുവാനുള്ള ഒരു യേശുവിനെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ ആ യേശു ഇവിടെ ഇല്ല. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഹി ഈസ് നോട്ട് there, he is nowhere. അവൻ എവിടെയുമില്ല, എങ്ങുമില്ല എന്നല്ല ഈ ദൂതൻ അവരോട് പറയുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു യേശു ഇവിടെ ഇല്ല. അത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ മേക്ക് ചെയ്യുന്ന ദ ഗോഡ് ഓഫ് അവർ മേക്ക്, ദ ജീസസ് ഓഫ് അവർ മേക്ക് ഈസ് നോട്ട് ഓൾവേസ് അവൈലബിൾ. നമുക്ക് അങ്ങനെ നമുക്കൊരിക്കലും ലഭിക്കാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ഹി ഈസ് നോട്ട് ഈസിലി ഹാൻഡിൽഡ്, ഹി കനോട്ട് ബി ഈസിലി മാനേജബിൾ. യേശു കർത്താവ് നമുക്ക് അങ്ങനെ എളുപ്പം മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ അടുത്ത് വരാതിരുന്നവരൊക്കെ വന്ന് അവനെ മാനേജ് ചെയ്തു, അല്ലേ? അവരുടെ വിശുദ്ധ ദിവസത്തിന്റെ പവിത്രത സൂക്ഷിക്കുന്നതിന് വേണ്ടി യഹൂദനെ അങ്ങനെ ക്രൂശിൽ കടത്താതെ വണ്ണം അവരെ എടുത്ത് വളരെ തിടുക്കത്തിൽ അവരടക്കം ചെയ്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അരിമത്യയിലെ ജോസഫും നിക്കോദിമോസും ഒക്കെ വന്ന് അതുവരെ അവർ യേശുവിന്റെ അടുക്കൽ വരാനായിട്ട് ഒന്ന് അറച്ചവരാ. അവര് രാത്രിയിലും ആരും അറിയാതെയും രഹസ്യത്തിലുമൊക്കെ അവന്റെ ശിഷ്യരായിട്ട് നടന്നവരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോ ഈ മരിച്ചു കൊന്നവരുടെ അനുവാദത്തോടുകൂടി, കൊന്നവരുടെ താല്പര്യത്തോടുകൂടി ആ ശരീരമെടുത്ത് നമ്മൾ അതിനെയൊക്കെ മഹത്വീകരിക്കുമ്പോൾ, അതിനെയൊക്കെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് ഈസി ടു ഹാൻഡിൽ ജീസസ് ദ ഡെഡ് ബോഡി. മൃതനായ യേശുവിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പം. പക്ഷെ ജീവിച്ചിരുന്ന യേശുവിനെ അതിനോട് അടുത്ത് നിൽക്കാൻ അവർക്ക് വലിയ പ്രയാസം. അതുകൊണ്ട് ഈ മരണപ്പെട്ടു പോയ, വിഗ്രഹമായി പോയ, നിശ്ചലമായി പോകുന്ന ചില ദൈവത്തെയും ദൈവസങ്കല്പങ്ങളെയും ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. പക്ഷേ അവർ ഗോഡ് ഈസ് എ ലിവിങ് ഗോഡ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവർ ലോർഡ് ഈസ് ദ ലിവിങ് ലോർഡ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവ്. അതുകൊണ്ട് വി കനോട്ട് ഈസിലി ഹാൻഡിൽ എ ലിവിങ് ലോർഡ് ആൻഡ് എ ഗോഡ്. നമ്മൾ ഒരിക്കലും ജീവിക്കുന്ന ഒരു ക്രിസ്തുവിനെ, ദൈവത്തെ നമുക്ക് ഒരിക്കലും അത്ര എളുപ്പം മെരുക്കിയെടുക്കാൻ, ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ they expected a God who can be handled by them. അവർക്ക് ഇങ്ങനെ സുഗന്ധദ്രവ്യമൊക്കെ പൂശി അല്പനേരമൊക്കെ സങ്കടമൊക്കെ പെട്ടുപോകാനായിട്ടുള്ള ഒരു യേശുവിനെ അവർ പ്രതീക്ഷിച്ച് അവിടെ ചെന്നപ്പോൾ ദൂതൻ പറയുന്നു, ഹി ഈസ് നോട്ട് ഹിയർ. യു കനോട്ട് എക്സ്പെക്ട് God in your terms. നിങ്ങൾക്ക് അങ്ങനെ എളുപ്പമൊന്നും ഈ കർത്താവിനെ പിടികിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ സൗകര്യമുള്ള ശുശ്രൂഷകൾ നിങ്ങൾ സൗകര്യമുള്ളതുപോലെയൊക്കെ ചെയ്യാനായിട്ട് യേശുവിനെ അവൈലബിൾ അല്ല. ഹി ഈസ് നോട്ട് ഹിയർ. emptiness. The tomb is empty. The empty tomb. അല്ലെ? He is not here. അവൻ ഇവിടെ ഇല്ല, അല്ലെ? അവൻ ഇവിടെ ഇല്ല. അതിന്റെ അർത്ഥം that doesn't mean that he is not there or he is not anywhere. അവൻ എവിടെയുമില്ല, എങ്ങുമില്ല എന്നും ഉള്ള അർത്ഥം. അവൻ ഇവിടെ ഇല്ല. He is not there where you search him. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു യേശു നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താനായിട്ട് സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ വഴിയിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്കെല്ലാം അറിയാം. നമ്മൾ ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം എന്തൊക്കെ അവിടെ സംഭവിക്കാൻ പോകുന്നത്. we live in expectations, അല്ലെ? നമ്മൾ ചില പ്രതീക്ഷകളാ. അത് നടക്കാതെ വരുമ്പോൾ, അത് സംഭവിക്കാതെ വരുമ്പോൾ നമുക്ക് വലിയ അസ്വസ്ഥതയാണ്. why is not so? നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, വിശ്വാസ വഴികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച്, നമ്മളെ കുറിച്ചുള്ള ആലോചനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, it is not your imagination, it is not your expectation that is going to realize. നമ്മുടെ ചിന്തകളും നമ്മുടെ ആലോചനകളും ഒന്നും അല്ല ആത്യന്തികമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ദൂതൻ അവരോട് പറയുന്നു, ഹി ഈസ് നോട്ട് ഹിയർ. ദ തിയോളജി ഓഫ് absence, അല്ലെ? ഹി ഈസ് നോട്ട് ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഈ അസാന്നിധ്യത്തിന്റെ ദൈവശാസ്ത്രം നമ്മളോട് പറയുന്നത് ഹി ഈസ് there, he is everywhere. See the consciousness of absence invokes the reality of presence എന്ന് പറയും. ഈ സാന്നിധ്യവും അസാന്നിധ്യവും, ആബ്സെൻസ് ആൻഡ് പ്രസൻസ്. ഇപ്പൊ നമ്മൾ സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമൊക്കെ, നിങ്ങൾക്കറിയാം, സ്കൂളുകളിൽ ഹാജര് വിളിക്കും, ഓരോരോ പേര് വിളിക്കും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ആ പേര് മാറ്റിയിട്ട് പിന്നെ നമ്പറുകളാകെ 1 2 3 4 5 6. എനിക്കൊന്ന് കോളേജിലൊക്കെ നമ്മളെ നമ്പറുകളാണ് 1 2 3 4 5 6 പേരുകളൊക്കെ വിളിക്കാൻ സമയം എടുക്കും. അപ്പൊ ചിലർ പറയും ഹി ഈസ് അബ്സെന്റ്.
Say, absent is also noted. It is not only the presence is noted. See, your absence is also noted. നമ്മുടെ അസാന്നിധ്യവും തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടും. ഒരുപക്ഷെ നമ്മുടെ സാന്നിധ്യത്തെക്കാൾ കൂടുതൽ, നമ്മുടെ പ്രസൻസിനേക്കാൾ കൂടുതൽ, in that sense, absence itself makes yourself presence. നിങ്ങളുടെ അസാന്നിധ്യം തന്നെ മിക്കപ്പോഴും നമ്മുടെ സാന്നിധ്യത്തെ കൂടുതൽ, അല്ലെ, അയ്യോ അയാളെ കണ്ടില്ലല്ലോ, അയാൾ എവിടെ പോയി. See, though you are not there, you are very much there in someone else's mind. നമ്മളൊക്കെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരാളൊക്കെ നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ, they are not died and gone. അവരങ്ങനെ മരിച്ചങ്ങ് പോകുന്നില്ല. They are there in our memories. ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അധികം അവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും, അല്ലെ? നമ്മളോട് അടുത്തില്ലെങ്കിലും ഒപ്പമില്ലെങ്കിലും ശാരീരികമായി കൂടെ ഇല്ലെങ്കിലും. See, it's always a relative term, absence and presence, അല്ലെ? എന്താണ് ചൂട്, എന്താണ് തണുപ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയത്തില്ല. എന്താണ് ചൂടെന്ന് ചോദിച്ചാൽ ഐൻസ്റ്റീൻ പറയും ആബ്സെൻസ് ഓഫ് കോൾഡ് ആണെന്ന് പറയാം, അല്ലെ? എന്താണ് തണുപ്പ് എന്ന് ചോദിച്ചാൽ ആബ്സെൻസ് ഓഫ് ഹീറ്റ് ആണെന്ന് പറയാം, അല്ലെ? അങ്ങനെ തണുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ചൂടില്ലാത്ത അവസ്ഥയ്ക്ക് തണുപ്പും, ചൂടെന്താന്ന് ചോദിച്ചാൽ തണുപ്പില്ലാത്ത അവസ്ഥയ്ക്ക് ചൂടും എന്ന് പറയുന്നത് പോലെ. These are all mutually defining. These are all mutually connected. അതുകൊണ്ട് that doesn't mean that he is not here, അല്ലെ? യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ തന്നെത്താൻ ഒഴിച്ചു. He emptied himself എന്ന് പറയുന്നത്, അല്ലെ? അവൻ തന്നെത്താൻ ഒഴിച്ചു. കാൽവറി ക്രൂശിൽ ദൈവത്തിന്റെ മഹിമകളൊക്കെ വിട്ടു ഒഴിഞ്ഞു. അതൊരു ദൈവത്തിന്റെ സ്വഭാവമാണ്. See, the emptiness is a continuing process. എപ്പോഴും നമ്മൾ നമ്മുടെ പ്രസൻസ്, നമ്മളുടെ സാന്നിധ്യം ഇങ്ങനെ അടയാളപ്പെടുത്താനായിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. See, presence quite often we understand as visibility. നമ്മൾ കാണുന്നതാണ് പലപ്പോഴും പ്രസൻസിനെ കുറിച്ച് മനസ്സിലാക്കണം. It is not, see, visibility is not always the presence. Invisibility can also be presence. നമ്മൾ കണ്ടില്ലെങ്കിലും തിരിച്ചറിയാനാവത്തില്ല. അതുകൊണ്ട് ആ ഒരു വലിയ സത്യമാണ് യഥാർത്ഥത്തിൽ സഭയോട് ദൂതൻ പറയുന്നത്. നിങ്ങളെ പ്രതീക്ഷിക്കുന്നത് പോലെ, നിങ്ങൾ അനുഭവിച്ചതുപോലെ, നിങ്ങൾ തിരിച്ചറിഞ്ഞതുപോലെ ക്രിസ്തുവിനെ ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. That doesn't mean that he is not here. So you should begin to experience the presence in absence. യേശു കർത്താവിന്റെ ശാരീരികമായ അസാന്നിധ്യങ്ങളിലും നിങ്ങൾ നേരത്തെ അനുഭവിച്ചതുപോലെയുള്ള അതൊന്നും ഇല്ലെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കും പുതിയ രീതിയിൽ നിങ്ങൾ യേശുവിന്റെ സാന്നിധ്യത്തെയും യേശുവിന്റെ ഇടപെടലുകളെയും യേശുവിന്റെ പഠിപ്പിക്കലുകളെയും യേശുവിന്റെ ശബ്ദത്തെയും ഒക്കെ നമ്മൾ അനുഭവിച്ചറിയാനായിട്ട് തുടങ്ങണം. See, nothing is absent. പറയുന്ന ഇതേ ഉള്ളൂ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ യേശുവില്ല. He will be with us in a different form. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി, വ്യത്യസ്തമായി യേശു കർത്താവ് അദൃശ്യ സാന്നിധ്യമായി നമ്മുടെ മധ്യത്തിലുണ്ടാവും. നമ്മൾ എവിടൊക്കെ കൂടി വരുന്നുണ്ടോ, എവിടെയെല്ലാം നമ്മൾ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നു, വിശ്വാസികൾ കൂടി വരുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തു ഉണ്ടാവും, ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളുടെ ഈ കൂടി വരവിലും യേശു കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. Because he is a resurrected Lord. The reality of resurrection ensures the presence of Christ in all situations. നമ്മൾ ജീവിക്കുന്ന ഏത് സാഹചര്യങ്ങളിലും, ഏത് പ്രയാസങ്ങളിലും, ഏത് പ്രതികൂലങ്ങളിലും പുനരുദ്ധാനം ചെയ്ത കർത്താവ് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. അല്ലാതെ അവൻ ശവക്കല്ലറയിലല്ല, അവൻ പ്രത്യേകമായ ചില ഇടങ്ങളിലല്ല, നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഇടങ്ങളിലല്ല. ബിയോണ്ട് ഹ്യൂമൻ ആക്സസിബിലിറ്റി, നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ഇടങ്ങളിൽ, സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം, ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഈ പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അപ്പിയറൻസസിനെ കുറിച്ച് നമ്മൾ രണ്ട് ചിന്തകൾ പഠിക്കുമ്പോൾ, ഒന്നാമത് ഓർക്കേണ്ടത്, the fact of resurrection assures us that life is a continuation. Life will continue despite of all difficulties. എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദാനമായ ജീവിതം അത് തുടർന്നുകൊണ്ടിരിക്കും. പുതിയ രീതികളിൽ, പുതിയ ഭാവങ്ങളിൽ ജീവിതം ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. Because God, the essence of God is life. ദൈവത്തിന്റെ സത്ത, സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ അത് ജീവിതമാണ്, ജീവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല നമ്മളോട് പറയുന്നത്, there is
the radical presence of God in absence. അസാന്നിധ്യങ്ങളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം. നമ്മൾ ദൈവമില്ല എന്ന്, ദൈവത്തെ അടുത്തറിയുന്നില്ല എന്ന്, നമ്മൾ അറിയുന്ന ആരുമില്ല എന്ന് അറിയുന്ന സാഹചര്യങ്ങളിൽ, നമ്മളോടൊപ്പം ആരുമില്ല എന്ന് തിരിച്ചറിയുന്ന വേദനയുടെ ഒറ്റപ്പെടലിന്റെ ഇരുണ്ട സാഹചര്യങ്ങളിൽ, കല്ലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, he will be there. ദൈവം നമ്മോട് കൂടെയുണ്ട്. മറ്റൊരു ആത്മാവായി, ഒരു ആശ്വസിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, ശക്തീകരിക്കുന്ന സാന്നിധ്യമായി നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തു നമ്മളോട് കൂടെയുണ്ട്. ഒരു പുതിയ ക്രിസ്തുവിനെ, പുതിയ സാന്നിധ്യമായ ക്രിസ്തുവിനെ, പുതിയ അനുഭവമായ ക്രിസ്തുവിനെ, പുതിയ ദർശനമായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, ആ ക്രിസ്തുവിന്റെ കൃപയില്, ക്രിസ്തുവിന്റെ ശക്തിയിൽ ജീവിക്കുവാൻ സഭയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ, നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ നീ സഹായിച്ചല്ലോ. കർത്താവെ, ഇന്ന് ഹൃദ്യമായി ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തില്, കർത്താവെ, പ്രതിസന്ധികളുടെ മധ്യത്തില്, അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഇടങ്ങളില്, കർത്താവെ, പുതിയ തുടർച്ചകളുമായി, പുതിയ ആരംഭങ്ങളുമായി നീ ഞങ്ങളോടുകൂടെ കടന്നു വരുന്നതിനായി, ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നതിനായി, കർത്താവ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഞങ്ങൾക്ക്, കർത്താവെ, അവിടുന്ന് പ്രദാനം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരെല്ലാം ഇല്ലാതായാലും, കർത്താവെ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നവരൊക്കെ, കർത്താവെ, ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിലും നിന്റെ സാന്നിധ്യം, അദൃശ്യമായ സാന്നിധ്യം, ആത്മീയമായ സാന്നിധ്യം, ഞങ്ങളെ ബലപ്പെടുത്തുന്ന സാന്നിധ്യം, കർത്താവെ, ഞങ്ങളെ ശക്തീകരിക്കുന്ന അങ്ങയുടെ സ്പർശനം ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. അതിനായിട്ട് സ്തോത്രം. അതിനെ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ സഭയായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ സൂക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളും വിട്ടുപോയ വിഷയങ്ങൾ, പ്രത്യേകിച്ച് രോഗാവസ്ഥയിലും ക്ഷീണാവസ്ഥയിലുമായ ആവശ്യത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോടും എല്ലായ്പ്പോഴും വസിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ രജിത്തിനോടും, സങ്കീർത്തനം വായിച്ച സുജയോടും, പ്രാർത്ഥനയിൽ നയിച്ച പൊന്നമ്മ ആന്റിയോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുക. താങ്ക് യു. God bless you. Thank you.